ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ. 74-ാം വയസ്സിലേക്ക് കടക്കുകയാണ് ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ദീർഘദർശിയായ ഭരണാധികാരിയെന്ന ഖ്യാതിയുള്ള രാജ്യാധികാരത്തിന്റെ 3ാം ടേമിൽ അദ്ദേഹം സ്വന്തമാക്കുന്നത്. ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധം രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിയ ഇന്ത്യയുടെ സ്വന്തം നമോ. ഇന്ത്യയ്ക്ക് ലോകരാജ്യങ്ങളുടെ ഇടയിൽ നൽകിയ അനിഷേധ്യമായ സ്ഥാനമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ പ്രധാനം. വലിയൊരു വിഷനും അതിലെത്താനുള്ള കഠിനാർപ്പണവുമാണ് നരേന്ദ്രമോദിയെ ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാന പുരുഷനാക്കുന്നത്. RSS പ്രവർത്തകനായി തുടങ്ങി ഗുജറാത്തിലെ മണിനഗറിൽ നിന്ന് രാജ്യത്തിന്റെ അധികാര സ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള നരേന്ദ്രമോദിയുടെ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ട നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള കഠിന പ്രയത്നമായിരുന്നു മോദിയെ ഇന്ത്യയുടെ വിജയരഹസ്യമെന്ന് ചുരുക്കി പറയാം. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന നേതാവായി ജനങ്ങളുടെ മനസ്സറിഞ്ഞ് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ കൈമുതൽ. അവിടെ തുടങ്ങിയ ജൈത്രയാത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവിന്റെ വിജയഗാഥയായി മാറുകയായിരുന്നു. പിന്നീട് പടിപടിയായിരുന്നു നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വളർച്ച. 8ാം വയസ്സിൽ RSSന്റെ ഭാഗമായി സ്വയം സേവകനായി വളർന്ന മോദി RSS നിർദ്ദേശപ്രകാരം 1985-ലാണ് മുഴുവൻ സമയ BJP പ്രവർത്തകനായത്. പിന്നീട് പെട്ടെന്നായിരുന്നു ഓരോ പദവികളിലും എത്തിയത്. 1985-ൽ BJP ഗുജറാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, 2001-ൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. നിയമസഭാംഗമല്ലാത്തതിനാൽ രാജ്കോട്ടിൽ നിന്ന് ജയിച്ച നിയമസഭയിലെത്തി. തന്റെ ജീവിതത്തിൽ രാജ്കോട്ടിന് പ്രത്യേക സ്ഥാനം തന്നെയുണ്ടെന്ന് മോദി പിന്നീട് പലവട്ടം ഓർത്തെടുത്തിട്ടുണ്ട്. 2002-ൽ അതേ വർഷം തന്നെ നടന്ന ഗുജറാത്ത് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മണിനഗറിൽ നിന്ന് തിളക്കമുള്ള ജയമാണ് മോദി സ്വന്തമാക്കിയത്. 2007-ലും 2012-ലും വിജയം ആവർത്തിച്ചു. മുഖ്യമന്ത്രി പദത്തിലും മോദി തന്നെ. 2007-ൽ മോദി നയിച്ച BJP ഗുജറാത്തിൽ മിന്നുന്ന ജയമാണ് നേടിയത്. 2012-ൽ ഗുജറാത്തിൽ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു മോദിയുടെ ജൈത്രയാത്ര. മുഖ്യമന്ത്രി എന്ന നിലയിൽ മോദി ഗുജറാത്ത് മോഡൽ വികസനം രാജ്യമാകെ ചർച്ചയാവുകയും അംഗീകരിക്കുകയും ചെയ്തു. അത് മോദി എന്ന കർമ്മധീരന്റെ വിജയത്തിന് വഴി തുറന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും മോദിയുടെ വിജയവഴികൾ പഠിക്കാൻ പ്രതിനിധി സംഘങ്ങൾ ഗുജറാത്തിലെത്തി. ഗുജറാത്ത് മോഡൽ വികസനം രാജ്യത്തിന് തന്നെ അഭിമാനമായി. ഇക്കാലത്താണ് നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടിയത്. BJPയുടെ ആ രാഷ്ട്രീയ തന്ത്രം വൻ വിജയമായി. 2014-ൽ ലോക്സഭയിലേക്ക് വാരാണസിയിലും വഡോദരയിലും മത്സരിച്ചു നരേന്ദ്രമോദി. വാരാണസിയിൽ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. വഡോദരയിൽ കോൺഗ്രസിലെ മധുസൂദനൻ മിശ്രയും മോദി തോൽപ്പിച്ചത് ഗംഭീര ഭൂരിപക്ഷങ്ങൾക്കായിരുന്നു. പിന്നീട് വഡോദര മണ്ഡലത്തിലെ MP സ്ഥാനം രാജിവെച്ച വാരാണസി നിലനിർത്തുകയായിരുന്നു മോദി. പാർലമെന്റിൽ ആദ്യമായി BJP ഭൂരിപക്ഷം നേടിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. 281 സീറ്റുകൾ. സഖ്യകക്ഷികൾക്കെല്ലാം കൂടി 336 സീറ്റുകളും. ഇക്കാലത്താണ് വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യ മികച്ച ബന്ധം സാധ്യമാക്കിയത്. നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കി. ഇന്ത്യ അതുവരെ കാണാത്ത ഭരണക്രമമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പായത്. 2019-ൽ കാര്യങ്ങൾക്കൊരു മാറ്റവും ഉണ്ടായില്ല. രാജ്യത്ത് 37% വോട്ടർമാരും പിന്തുണച്ചത് BJPയെയും നരേന്ദ്രമോദിയെയുമായിരുന്നു. 1989-ന് ശേഷം രാജ്യത്തൊരു രാഷ്ട്രീയ പാർട്ടി നേടുന്ന ഏറ്റവും വലിയ ജനപിന്തുണയായിരുന്നു അത്. ഇതോടെ തുടർച്ചയായ 2ാം വട്ടവും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിയുന്ന ലോകശക്തി എന്ന നിലയിലേക്കാണ് ഇന്ത്യ ഇക്കാലയളവിൽ വളർന്നത്. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള കുതിപ്പിനാണ് ഇക്കാലത്ത് ഇന്ത്യ തുടക്കം കുറിച്ചത്. ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി പ്രഖ്യാപിച്ച പദ്ധതികൾ ഇന്ത്യയുടെ വളർച്ചയുടെ ആക്കവും കൂട്ടി. 2024-ലും മോദിയുടെ നേതൃത്വത്തിൽ വിജയം ആവർത്തിച്ചു. ജനതാദൾ യുണൈറ്റഡിനെയും തെലുങ്കുദേശം പാർട്ടിയെയും എല്ലാം ഒന്നിപ്പിച്ച കൂടുതൽ വിശാലമായ സഖ്യമാണ് 3ാം വട്ടം ഇന്ത്യയുടെ കാലത്തെയും ശക്തമായ ഭരണാധികാരിയായ മോദി രാജ്യാധികാരം ഊട്ടിയുറപ്പിച്ചത്.